ഇടവക്കൂറുകാരുടെ മെയ് മാസം 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഫലം കേൾക്കാം. പൊതുവിൽ ഈ ഒരാഴ്ച ഇടവക്കൂറുകാർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. ചില കാര്യങ്ങളിലൊക്കെ തന്നെ സന്തോഷവും പുരോഗതിയും അനുഭവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ചില വെല്ലുവിളികളും ഈ ആഴ്ചയിൽ ഉണ്ടാകാം. ജോലി അല്ലെങ്കിൽ കരിയറിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമായിട്ട് വരും. ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അധിക ജോലി ഒക്കെ തന്നെ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ഒക്കെ തന്നെ നിർവഹിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോലി സ്ഥലങ്ങളിൽ സഹപ്രവർത്തകരുമായിട്ടൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഒപ്പം നമ്മുടെ ആശയങ്ങൾ ഒക്കെ തന്നെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടൊക്കെ തന്നെ വ്യക്തമായൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ആശയങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ജോലി സ്ഥലങ്ങളിൽ തന്നെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് നന്നായിട്ട് ആലോചിച്ച് ചെയ്യുക. ഏൽക്കുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കണം. നമുക്ക് സാധിക്കാത്ത പക്ഷം എടുക്കരുത്. ഒരുപക്ഷെ ഡെഡ് ലൈനുകളൊക്കെ ഉണ്ടാകാം. അതിനകത്ത് തീർന്നില്ലെങ്കിൽ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാം. അപ്പോൾ ഏറ്റെടുക്കുന്ന പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ആലോചിച്ച് ചെയ്യുന്നത് ഉചിതമായിരിക്കും. ബിസിനസ്സുകാർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച അല്പം ശ്രദ്ധ ആവശ്യമാണ്. നിക്ഷേപമൊക്കെ ആവശ്യമായിട്ട് വരും. പുതിയ പങ്കാളിത്തങ്ങളൊക്കെ തന്നെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ പാർട്ട്ണർഷിപ്പുകൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ജോലി സ്ഥലങ്ങളിൽ ബിസിനസ് ആവട്ടെ, ജോലിയിലെ ഏത് മേഖലയാവട്ടെ, വളരെ ആലോചിച്ച് ഓരോ കാര്യവും അല്ലെങ്കിൽ ഓരോ പടിയും നമ്മൾ ചവിട്ടേണ്ടതാണ്, ആലോചിച്ച് ചെയ്യേണ്ടതാണ്. സാമ്പത്തികത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ പുലർത്തണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇടവക്കൂറുകാർ ഈ ഒരാഴ്ച അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിലൊരു അച്ചടക്കം ഉണ്ടാകേണ്ടതാണ്. ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. വലിയ നിക്ഷേപങ്ങളൊക്കെ തന്നെ ഈ ആഴ്ച ഒഴിവാക്കുന്നത് നല്ലതാണ്. ഒരു പരിധിവരെ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കാം. മുൻപ് നമ്മൾ കടങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ ലഭിക്കാൻ, സമ്പത്ത് തിരികെ വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇടവക്കൂറുകാർക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കണം. നമ്മളായിട്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ ശ്രദ്ധിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. നമ്മൾ വ്യക്തമായ ആശയവിനിമയത്തിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ തന്നെ തരണം ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. അവധി ദിവസങ്ങളിലോ വെക്കേഷനൊക്കെയാണ് അല്ലെങ്കിൽ അവധി ദിവസങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ തന്നെ കുടുംബവുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കണം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം. ഇടവക്കൂറുകാർ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രണയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രണയിക്കുന്ന ആളുകൾ പ്രണയ ജീവിതത്തിൽ സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ടാവും. ഇഷ്ടങ്ങൾ പങ്കുവച്ച് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു വാരമാണ് ഇത്. പൊതുവിൽ ഇടവക്കൂറുകാർക്ക് ഈ ഒരാഴ്ച ക്ഷമയും വിവേകവും ഒക്കെ തന്നെ ആവശ്യമായൊരു സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അനാവശ്യ തർക്കങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒഴിഞ്ഞു നിൽക്കണം. തർക്കിക്കാൻ പോകണ്ട. നമ്മൾ സാധാരണ പറയുമല്ലോ, 2 കൈ കൊട്ടിയാലല്ലേ ശബ്ദം കേൾക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശബ്ദം കേൾക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അനാവശ്യ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക, പരമാവധി ക്ഷമിക്കാനൊക്കെ ശ്രമിക്കുക. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഭാഗ്യം അല്പം കുറഞ്ഞൊരു സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടവക്കൂറുകാർ ഈ ഒരാഴ്ച മെയ് 12 തൊട്ട് 18-ാം തീയതി വരെയുള്ള ഒരാഴ്ചയിൽ കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ഒക്കെ തന്നെ ആവശ്യമായിട്ട് വരും. ഭാഗ്യം അല്പം കുറഞ്ഞിരിക്കാം, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ഏവർക്കും നന്ദി, നമസ്കാരം.